പോട്ടെ. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ തേർഡ് ഡേ ക്യാമ്പിങ്ങിന് വേണ്ടി പോവാം. ഇന്നൊരു റിവർ സൈഡിലായിരിക്കും നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. റൈഡ് വാസ് നൈസ് ബ്രോ. ഇന്ന് ഫുള്ള് മഴ നനഞ്ഞ് ഞാൻ വിചാരിച്ച ഓൾട്ടോ കാർ ഓയ്യോ ഞാൻ വിചാരിച്ച് ഇടിച്ച് അയ്യത്ത് കളഞ്ഞെന്ന്. ഫാമിലിയെ കൊണ്ടാ വന്നേ. ബൈക്കേഴ്സിന് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യമാണ് സിറ്റുവേഷൻ ആണ് അത്. അതെ നമ്മൾ 2 വീൽസിലും മറ്റൊരു 4 വീൽസിലും കെയർഫുൾ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എതിര് വരുന്നവരും കൂടെ നമ്മൾ ആ ഒരു രീതിക്ക് ഒരു 100% ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ 100% എൻഡ് ഓഫ് ദി ഡേ പറയണത് എന്തായാലും ബൈക്കർ പോയിട്ട് അതെ കയറി മഴ ഇന്ന് ഭയങ്കര ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു കണ്ടീഷൻ.
ആഫ്റ്റർനൂൺ വരെ നല്ല ക്ലിയർ ആയിട്ട് നിന്നിട്ടേ രക്ഷമുള്ള മഴ. ഇതിന്റെ മേളിൽ ഒരു വാട്ടർഫോൾ ഉണ്ടോ അല്ലേ? ചെറുതുണ്ട്. മഞ്ഞ് കിട്ടണം. അതൊരു വാലി ആയതിൻ്റെ പേരിലാണ്. ഒരാഴ്ച ഉണ്ടല്ലേ, 250 സബ്സ്ക്രൈബേഴ്സും കുറേ അധികം ആൾക്കാർ അതിൻ്റെ അകത്ത് നല്ല റിവ്യൂസ് സപ്പോർട്ട് ചെയ്തു, റിവ്യൂസ് ഇട്ടു, സ്റ്റോറി കുറേ പേര് പേഴ്സണലി ഇട്ടു, അല്ലാതെ കുറേ പേരൊക്കെ എന്താണ് അതിൻ്റെ അകത്ത് തന്നെ മെസ്സേജ് താങ്ക്ഫുൾ. നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആഴ്ച കൊണ്ട് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ചെയ്യാറില്ല. നമ്മളിട്ട എല്ലാ വീഡിയോസും അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, നല്ലൊരു റീച്ച് ഉണ്ട്. സോ അതിനകത്ത് എല്ലാവർക്കും വെരി ബിഗ് താങ്ക്സ്. സോ ഇതിനകത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ബേസിക്കലി നമ്മളെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സൈലൻറ്റ് വ്ളോഗാണ് ചെയ്തത്. നമ്മൾ കിട്ടിയ കുറേ ഫീഡ്ബാക്കിനകത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിൻ്റെ ലെങ്ത് കൂടിപ്പോയത്, അതുകൊണ്ട് കുറച്ച് പോരായ്മകളുണ്ട്. സോ നമ്മളത് റെക്ടിഫൈ അത് ടൈമിങ്ങും പിന്നെ പല ആൾക്കാരും പറഞ്ഞ നമ്മൾ ബ്ലോഗിൻ്റെ അത് സംസാരിക്കുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്രാവശ്യം അതും കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇൻ ഫ്യൂച്ചർ നമ്മൾ കുറച്ചും കൂടെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. സോ ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതാണ്. അടുത്തൊരു 4-5 വീഡിയോ ഇറങ്ങുമ്പോൾ നമുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്സ് എല്ലാം മാറിയിട്ട് നമ്മളൊരു പ്രോ ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. കോൺഫിഡൻസ്. കീപ് സപ്പോർട്ടിങ് us. That's only one thing. And we are so much thankful for all the love and support. So അതുകൊണ്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മഴയാളിയാ എന്റെ പൊന്നോ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ചിരുന്നില്ല ഇപ്പൊ എല്ലാം കൂടെ ടെന്റെല്ലാം കൂടെ മറ്റേ ബോട്ട് പോലെ വെള്ളത്തിൽ കിടക്കുന്നത്. ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ ഒരു ആഫ്റ്റർനൂൺ തൊട്ടിട്ട് നമുക്ക് മഴ കിട്ടാൻ തുടങ്ങിയിട്ട് ആ വൈകുന്നേരത്തെ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കിടക്കാൻ നേരത്താണ് അടുത്ത മഴ തുടങ്ങിയത്. ലക്ലി അത് ഇത്ര എഫേർട്ട് ഇട്ട് നമ്മൾ അവിടെ നിന്ന് എല്ലാം കയറി ഇവിടെ വരെ വന്നിട്ട് വേഗം കാണുന്നുണ്ട്. അതെ, നടക്കാൻ പോകേണ്ട ആവശ്യം വന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ തന്നെ സൺറൈസും വീടിന്റെ വാതിലിൽ തന്നെ സൺറൈസ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മോട്ടോ ക്യാമ്പിങ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ. ബ്രോ, ഡേ 3 ബൈക്ക് റൈഡിങ് എനിക്ക് ഭയങ്കര പാഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇത്രയും നാൾ ഈ പുറത്തു കിടന്ന് ജോലി ചെയ്തിട്ട് ഇപ്പോൾ ഒരു 8 വർഷം അല്ലെങ്കിൽ 9 വർഷത്തോളം ജോലി ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു കോർപ്പറേറ്റ് വേൾഡിലുള്ള നമ്മുടെ ആ ഒരു
ബിസി ഷെഡ്യൂളുണ്ടല്ലോ അതിൽ നിന്നൊക്കെ മാറി ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ഞാൻ ഇന്നലെ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്ര പീസ്ഫുള്ളായിട്ട് ഉറങ്ങുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ജോലി നാളെ രാവിലെ അടുത്ത ടെൻഷൻസാണ്. അതെ, നാളെ രാവിലെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയുണ്ട്, ഈ ഒരു ഷെഡ്യൂളിങ് ആയിരിക്കും എപ്പോഴും മൈൻഡ് സെറ്റ്. പക്ഷെ ഇപ്പം ഐ എം സോ ഹാപ്പി ബ്രോ. ഭയങ്കര റിലാക്സ്ഡാണ്. നമുക്ക് ആ ഒരു പഴയ നമ്മുടെ ഒരു അഗ്രഷൻ ഉണ്ടല്ലോ അതൊക്കെ കുറഞ്ഞ് കാമൻ ക്വയറ്റ് നേച്ചറും അതൊക്കെ ശരിക്കും ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ്. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി സത്യം പറഞ്ഞാൽ ലൈഫിലായാലും നമ്മുടെ വീട്ടിലായാലും നമ്മൾ ട്യൂബിൻ്റെ അകത്ത് നമ്മൾ സ്റ്റക്കാണ്. കോൺക്രീറ്റ് വാൾസിനകത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി വല്ലപ്പോഴും നമുക്ക് എർത്തിങ് ചെയ്യണം. അതായത് ഭൂമിയോട് അടുത്ത് ചേർന്ന് നമ്മുടെ നെഗറ്റീവ് എനർജി ഭൂമി വലിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് വല്ലപ്പോഴും അപ്പോൾ അത് നമുക്ക് വല്ലപ്പോഴും കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം റീബൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതെ പ്രഷർ കുക്കറിനകത്തെ മറ്റേ ഇതേപോലെ ആയി പോകും ലൈഫ്. അതെ, പല ആൾക്കാർ എന്നാലും ഇത്രയും പ്രഷർ കുക്കിലാണെങ്കിലും അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് എന്ത് കിട്ടും? ട്രാവലിംഗ് ഈസ് എൻ എക്സ്പീരിയൻസ് ബ്രോ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 3 ദിവസത്തെ കണ്ടിന്യൂസ് ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒത്തിരിയും കാര്യങ്ങൾ ഞാൻ എൻജോയ് ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ച്. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു സർവൈവൽ പോലെ തന്നെയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്നു, ഇന്നലെ അത്രയും മഴയത്ത് നമ്മൾ കയറി വന്നു, ഇതെല്ലാം ചെയ്ത് അത് ക്യാമ്പിംഗ് എല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ നേരത്തും അത്രയും എക്സ്ട്രീം മഴ, തൊട്ട് മുമ്പിൽ 6. സോ അത് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഈ അഡ്വഞ്ചർ ചെയ്ത് യു ആർ ടോട്ടലി ഇൻ ടു ദിസ് ആൻഡ് യു നോ വെരി വെൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം എ ന്യൂ ബി. അപ്പോൾ എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഞാൻ ഇവൻച്വലി ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാം 100%. 5-6 years before ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഞാനും സ്റ്റാർട്ട് ചെയ്തത്. അതെ, അറിയത്തില്ല. അതെ, ഗ്രാജുവലി നമ്മൾ ഇതോരോ കാര്യങ്ങൾ പഠിച്ചെടുത്തു. അതെ, എക്സ്പീരിയൻസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് ഇതാണ്. സോ അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അതിൽ ഗ്രോ ചെയ്ത് വരിക എന്നുള്ളതാണ്. ബട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ലാസ്റ്റ് 10 വർഷം കൗണ്ട് ചെയ്യുവാണെങ്കിൽ അതിലേറ്റവും ബെസ്റ്റ് ടൈമാണ്.